Okay, dear students, welcome back to International Trade. In the last classes of International Trade, we have discussed the Stolper-Samuelson theorem. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറമാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു ക്ലാസ്സുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്താണ് സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു തിയറിയിൽ ഇത്രയാണ് പറയുന്നത്, അതായത് ദ റിയൽ റിവാർഡ് ഓഫ് അബൻഡൻറ്റ് ഫാക്ടർ വിൽ റൈസ് ആഫ്റ്റർ ട്രേഡ് അല്ലെ. ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്ന സമയത്ത് ഏത് ഫാക്ടറാണോ അബൻഡൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ റിയൽ റിവാർഡ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൻ്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. Today we are going to discuss about the criticisms of Stolper-Samuelson theorem. പ്രധാനമായിട്ടും കുറേയധികം കാര്യങ്ങളിൽ ഈ ഒരു സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്രിട്ടിസിസം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് criticism of Stolper-Samuelson theorem is it neglect the changing terms of trade. നമുക്കറിയാം what is terms of trade. ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ്പോർട്ട് പ്രൈസും ഇമ്പോർട്ട് പ്രൈസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടേംസ് ഓഫ് ട്രേഡിനെ കുറിച്ചിട്ട് യാതൊരുവിധ എക്സ്പ്ലനേഷൻസും സ്റ്റോപ്പർ ആൻഡ് സാമുവൽസൺ അവരുടെ തിയറിയിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോപ്പർ-സാമുവൽസൺ തിയറം took the assumption that tariff leaves the terms of trade unchanged. ടേംസ് ഓഫ് ട്രേഡ് ഈ താരിഫ് ഇമ്പോസ് ചെയ്യുക വഴി ടേംസ് ഓഫ് ട്രേഡ് എന്താണ്, അൺചേഞ്ച്ഡ്, ഫിക്സഡ് ആയിട്ട് നിലനിൽക്കും, യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ദ ഇമ്പോസിഷൻ ഓഫ് താരിഫ് ഓഫൻ ലീഡ്സ് ടു ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ടേംസ് ഓഫ് ട്രേഡ്. അതേസമയം താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ ഒരു എക്കണോമിയിൽ ടേംസ് ഓഫ് ട്രേഡിൽ വർധനവ് ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. Okay, one of the main criticism of Stolper-Samuelson theorem is L.A. Metzler. According to L.A. Metzler, the effect of tariff upon home countries' terms of trade was neglected in the Stolper-Samuelson theorem. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരു ഹോം കൺട്രി അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ താരിഫ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടേംസ് ഓഫ് ട്രേഡിൽ വർധനവ് ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷനും ആരും നൽകുന്നില്ല. ഈ സ്റ്റോൾപ്പർ ആൻഡ് സാമുവൽസൺ തങ്ങളുടെ തിയറിയിലൂടെ നൽകുന്നില്ല. ദാറ്റ് ഈസ് ദ ക്രിറ്റിസിസം. ഇറ്റ് നെഗ്ലക്ട്സ് ദ ചേഞ്ച് ഇൻ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്രിറ്റിസിസം ഈസ് ഇറ്റ് നെഗ്ലക്ട്സ് കൺസംഷൻ പാറ്റേൺ. കൺസംഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ രാജ്യത്തിനും ആ രാജ്യങ്ങളുടേതായിട്ടുള്ള കൺസംഷൻ പാറ്റേണുകളുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ ധാരാളമായിട്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കൺസംഷൻ പാറ്റേണുകളെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സ്റ്റോപ്പർ-സാമുവൽസൺ തിയറിയിൽ നൽകുന്നില്ല. The inequitable distribution of income after the imposition of tariff has been refuted by K. Lancaster. That is another criticism of Stolper-Samuelson theorem. According to him, the Stolper-Samuelson theorem gave that conclusion because of the neglect of consumption pattern of the people in tariff imposing country. They may be strongly biased towards the consumption of labor-intensive commodity and make larger import of it. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൺട്രിയിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ കൺസംഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ ഒരു കൺട്രി ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വർധന ഉണ്ടാകും, പക്ഷേ അതിൻ്റെ റിയൽ റിവാർഡ് ആ ഒരു കൺട്രിയിലെ ലേബേഴ്സിന് ലഭിച്ചുകൊള്ളുന്നില്ല. Okay, in such a situation, the imposition of tariff not likely to benefit the relative scarce factor, but relatively abundant factor, labor. In this connection, Lancaster remarked that protection will raise the real wage of labor if and only if the country imports labor-intensive good. അപ്പോൾ അത്തരത്തിൽ കമ്മോഡിറ്റീസിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് എന്താ പറയുക ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലേബറിൻ്റെ റിവാർഡിൽ അല്ലെങ്കിൽ ലേബറിൻ്റെ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വർദ്ധിക്കുന്നത് മൂലം ലേബറിൻ്റെ റിവാർഡിൽ വർധനവുണ്ടാകും. അതേസമയം അവിടുത്തെ സ്കേഴ്സ് ഫാക്ടറിൻ്റെ അവസ്ഥ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ലൈക്ലി ടു ബെനിഫിറ്റ് ദ റിലേറ്റീവ്ലി സ്കാർസ് ഫാക്ടർ ബട്ട് റിലേറ്റീവ്ലി അബണ്ടൻറ്റ് ഫാക്ടർ.
ദാറ്റ് ഈസ് ലേബർ അല്ലേ. അതായത് സ്കേഴ്സ് ഫാക്ടറിന് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും അതുകൊണ്ട് ലഭിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റോപ്പർ-സാമുവൽസൺ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 2 ഫാക്ടർ റിവാർഡ്സിലും വർധനവുണ്ടാവും അല്ലേ. ഇപ്പോൾ എങ്ങനെയാണ് ആഫ്റ്റർ ട്രേഡ് there will be a benefit for the abundant factor and there is a loss for the scarce factor. In this connection, Lancaster remarked, protection will raise the real wage of labor. Protection policies കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ താരിഫുകൾ ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that will raise the real wage of labor. If and only if a country imports the labor intensive good അല്ലേ. ലേബർ ഇൻറ്റൻസീവ് ഗുഡ് മാത്രമാണ് ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ ലേബറിൻ്റെ റിവാർഡ് മാത്രമേ അവിടെ വർദ്ധിക്കുന്നുള്ളൂ എന്നാണ് ലെങ്കാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. The next criticism is not universally valid generalization. Jagadish Bhagavati, he is the another criticism of this Stolper-Samuelson theorem. Jagadish Bhagavati formulated the generalization in these words: protection or prohibitive or otherwise will rise, reduce or leave unchanged the real wage of the factor intensively employed in the production of a good according as protection rises. Lowers or leaves unchanged in the internal relative price of that good. ഇവിടെ പറയുന്നത് എന്താ, this protection will rise, reduce or leave unchanged the real wage of the factor intensively employed in production of good according as protection rises. Lowers, leaves unchanged the internal relative price of that good അല്ലേ. പ്രൊട്ടക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, ഒന്നുമില്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ വിലയിൽ കുറവ് സംഭവിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ എക്സ്പോർട്ട് ചെയ്യാതിരിക്കും, ദെൻ അതിൽ ഒന്നും ചേഞ്ചും ഇല്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കും. അപ്പോൾ ഇൻറ്റേർണൽ പ്രൈസിൽ ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ പോളിസീസ് ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇൻറ്റേർണൽ പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ട് ആ ഒരു ഫാക്ടറിൻ്റെ റിവാർഡ് വർദ്ധിക്കുന്നു എന്നാണ് സ്റ്റോപ്പർ-സാമുവൽസൺ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻറ്റേർണൽ പ്രൈസിൽ ഉണ്ടാകുന്ന വർധനവ് കൊണ്ട് യാതൊരുവിധ റിവാർഡിൽ വർധനവും ഉണ്ടാവുന്നില്ല എന്നാണ് ഈ ഒരു ജഗദീഷ് ഭഗവതി എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പർ-സാമുവൽസൺ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. is not universally valid generalization. The next is neglect of short-term effect of tariff. The Stolper-Samuelson theorem considers the long-term effect of tariff on income distribution. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ലോങ് റൺ എഫക്റ്റ് ആണ് ഈ ഒരു സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. When all factors are mobile between the nation's industries, this Stolper-Samuelson theorem does not take into consideration the short-term effects of tariff. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഓൾ ഫാക്ടേഴ്സ് ഓഫ് മൊബൈൽ ബിറ്റ്വീൻ ദ നേഷൻസ്. രാഷ്ട്രങ്ങൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുന്ന സമയത്ത് ഫാക്ടേഴ്സൊക്കെ എന്താണ്, എല്ലാ രാഷ്ട്രങ്ങളിലേക്കും മൂവബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ മൂവബിൾ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ ഷോർട്ട് റൺ എഫക്റ്റുകൾ ഉണ്ടാവാൻ ഈ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന വഴി എന്താണ്, ഷോർട്ട് റൺ എഫക്റ്റുകൾ ഉണ്ടാവും. ഇത്തരത്തിലുണ്ടാകുന്ന ഷോർട്ട് റൺ എഫക്റ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൈസ് ചേഞ്ചസിനെ കുറിച്ചിട്ട് യാതൊരുവിധ എക്സ്പ്ലനേഷനും സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറം നൽകുന്നില്ല. ദാറ്റ് ഈസ് ദ നെഗ്ലക്റ്റ് ഓഫ് ഷോർട്ട് റൺ എഫക്ട്സ് ഓഫ് താരിഫ്. Then next criticism of Stolper-Samuelson theorem is possibility of factor price equalization. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ എന്താണ്, അത് നെഗ്ലക്റ്റ് ചെയ്തു ഈ ഒരു സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറിയിൽ. നമുക്കറിയാം ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറി എന്താണെന്നുള്ളത് അല്ലേ. The imposition of tariff can no doubt raise the price of imported product. If tariff-ridden product-intensive countries in relative scarce factors such as capital in the less developed countries, tariff may succeed in creating inflows of scarce factor into the country. The Stolper-Samuelson theorem ignored the effect of tariff upon inflow of factor. If there is inflow of scarce factor, there can be possibility of equalization of factor prices. അതായത് ഈ ഫാക്ടറുകൾ പരസ്പരം ട്രേഡ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ സ്കേഴ്സ് ഫാക്ടറിൻ്റെ ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ നടക്കും. അത്തരത്തിൽ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ്റെ യാതൊരുവിധ എക്സ്പ്ലനേഷനും ആരും നൽകുന്നില്ല, സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറം നൽകുന്നില്ല. The redistributive effect of tariff upon income as opposed by Stolper and Samuelson may fail to take place. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ നടന്നതിന് ശേഷമുള്ള ആ ഒരു ഇൻകത്തിലുണ്ടാവുന്ന റീഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ അനദർ ക്രിറ്റിസിസം.
ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്രിറ്റിസിസംസ് ഓഫ് സ്റ്റോപ്പർ-സാമുവൽസൺ തിയറം. അപ്പോൾ ഈ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്രിറ്റിസിസംസ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ, നെഗ്ലക്റ്റ് ഓഫ് ചേഞ്ചിങ് ടേംസ് ഓഫ് ട്രേഡ്, then neglect of consumption pattern, then not universally valid generalization, the neglect of short-term effect of tariff, impossibility of factor price equalization. That's all. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള സ്റ്റോപ്പർ-സാമുവൽസൺ തിയറിയുടെ ക്രിറ്റിസിസംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോപ്പർ-സാമുവൽസൺ തിയറി പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വൺ ഓഫ് ദ മെയിൻ ക്രിറ്റിസിസം ഓഫ് Stolper-Samuelson theory is L.A. Metzler. ഓക്കെ, ദെൻ നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി തന്നെയാണ് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. മെറ്റ്സ്ലർ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെറ്റ്സ്ലർ പാരഡോക്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.